ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഒരു റിലേഷനിലാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും അകലാനുള്ള കാരണം എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു ഇഷ്യൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ, ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അങ്ങനെ അതുമായിട്ട് ആ വ്യക്തിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം ഒരു 3 തവണ ശ്വാസം വലിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. ഇതാണ് ഒന്നാമത്തെ പൈൽ, ഇതാണ് രണ്ടാമത്തെ പൈൽ. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. ഇതാണ് പൈൽസുകൾ. ഇത് ഒന്നാമത്തെ പൈൽ, ഇത് രണ്ടാമത്തെ പൈൽ. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിനെ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തി ആരാണോ ആ ഒരു വ്യക്തി കൂടുതൽ നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ആ വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി ആരാണോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഫസ്റ്റ്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ അധികം ആൾക്കാരുടെ എനർജി ഉള്ളതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും എന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂ, നിങ്ങൾ തമ്മിലുള്ളൊരു പ്രോബ്ലം എന്നൊക്കെ നമുക്കറിയാൻ പറ്റും എന്താണ്. ഓക്കെ, അപ്പം കുറച്ചധികം കാർഡ്സ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ സമയം നിങ്ങൾക്ക് വരുന്നൊരു സിറ്റുവേഷൻസ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു തരം ആൾക്കാരായിട്ട് ഈ ടൈമിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടവർ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ടവർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്തിൽ കുറേ അധികം ആൾക്കാർ ഇടപെടുന്ന ഒരു റിലേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാരെന്ന് പറഞ്ഞത് യൂണിവേഴ്സ് പരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻ കൊണ്ട് തന്നതിന് ശേഷം കുറേ അധികം പ്രശ്നങ്ങൾ, കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലോട്ട് ക്രിയേറ്റഡ് ആക്കപ്പെട്ടൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു റിലേഷൻ വഴി നിങ്ങൾ എക്സെപ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ വഴി നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഒരു സ്പിരിച്വൽ ജേണി തന്നെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കും നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത്. ഈ നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തി ആരാണോ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ട്രോമ ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ട്, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഡൻലി ഒരു ചേഞ്ചസ്, സഡൻലി ഒരു മാറ്റം ഉണ്ടാകുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് വന്നു, അല്ലെങ്കിൽ ഈ വ്യക്തി ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ട് ഈ വ്യക്തി എൻ്റെ ലൈഫിലോട്ട് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വ്യക്തി എൻ്റെ ലൈഫിൽ നിന്ന് പെട്ടെന്ന് പോയി, എന്തുകൊണ്ട് ഈ വ്യക്തി വന്നിട്ട് ഇത്രത്തോളം എൻ്റെ ലൈഫ് ടോട്ടൽ ചേഞ്ച് ആക്കി എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ വ്യക്തി വന്നത് ഒരു ജെനുവിനായിട്ട് ഒരു പൂ പോലെ വന്നതിന് ശേഷം തിരിച്ചു പോയത് നിങ്ങളിൽ നിന്നും എന്തോ എടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മനസ്സ് എടുത്തുകൊണ്ടാണ് പോയത്. ഈ വ്യക്തിയെ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ചിരിക്കുന്ന കുറേ അധികം വ്യക്തികളെ എനിക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എത്രത്തോളം നിങ്ങൾ മറക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് പുതിയൊരു ജേണിയിലോട്ട് നിങ്ങൾ കയറുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റേ റിലേഷൻഷിപ്പ് ടോട്ടലി എൻഡ് ആക്കിയതിന് ശേഷം പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് വരുന്നൊരു സിറ്റുവേഷനിലുള്ള ആൾക്കാരെ എനിക്കിവിടെ കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ് എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ കുറേ അധികം കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന കുറേ അധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ പിരിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ ലൈഫ് തന്നെയാണ്. അവരുടെ ആഗ്രഹം അതിനനുസരിച്ച് രണ്ടുപേർക്കും പെരുമാറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റിയില്ല. സെൽഫിഷ് ക്യാരക്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടു പേർക്കും എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി പെരുമാറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോയത് കൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി ഇഷ്യൂസ് എന്ന് പറയുന്നത് ഫാമിലി ആവാം, നിങ്ങളുടെ തന്നെ ഇഷ്യൂസ് ആവാം, നിങ്ങളുടെ തന്നെ പ്രശ്നങ്ങളാകും, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, മക്കളുള്ളാവുന്നുള്ള, അതായത് എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സെക്സ് എന്ന് പറയുന്നതിന് ഭയങ്കരമായിട്ടും പ്രാധാന്യമുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങൾ ഈ വ്യക്തിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മറ്റൊരാളിൽ നിന്ന് നിങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കാരണം ജെനുവിനായിട്ട് മനസ്സുകൊണ്ട് പ്രണയിച്ചത് കൊണ്ട് തന്നെ അത്രത്തോളം ഹെഡ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ പറ്റുന്നത്. മതപരമായിട്ടും അല്ലെങ്കിൽ മതം വേറെ ആയിട്ടും രണ്ട് മതസ്ഥരായിരിക്കാം, മേ ബി നിങ്ങൾ രണ്ട് ജാതിയിലുള്ള ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഏജിൻ്റെ കുറച്ചധികം ഡിഫറൻറ്റ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ട് കുടുംബജീവിതം. നിങ്ങൾ ആഗ്രഹിച്ച സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കരമായിട്ടും ജെനുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ പറ്റിയത്. അതായത് ചൈൽഡ്ഹുഡായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി വന്നതിന് ശേഷം കുറേയധികം ചേഞ്ചസ് ഉണ്ടാക്കി എന്നുള്ളത് പരമസത്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം കുറേയധികം ഹീൽ ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ചേഞ്ചസ് ഉണ്ടായി, മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി. പക്ഷേ ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കി ഇട്ടു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കി ഇട്ടു ഈ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വിധം ഒരു ലൂപ്പ് ക്രിയേറ്റഡ് ആക്കി ഇട്ടു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചിന്തകളുണ്ടാവാം, കുറേയധികം ട്രോമാസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് കടന്നു പോയ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും വിഷമിക്കുന്നുണ്ടായിരിക്കാം, ആ വ്യക്തിയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് നൗ നിങ്ങളിപ്പം നിൽക്കുന്നൊരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരുതരം നെഗറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യണോ, അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യണോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാമിലിയാണോ എന്നറിഞ്ഞിടാത്തൊരു വല്ലാത്തൊരു നെഗറ്റീവ് സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇന്നും ആ വ്യക്തി പോയതിന് ശേഷവും ഇന്നും ആ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിരന്തരം കിടക്കുന്നതായിട്ടും, ആ വ്യക്തി നാളെ വരും, ഇന്ന് വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുതരം കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഹീലിംഗ് പ്രോസസ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ കർമ്മ റിലേറ്റഡ് ആയിട്ട്, കർമ്മ ജനറേറ്റഡ് ആയിട്ട് മാറ്റാനുള്ളൊരു സിറ്റുവേഷൻ, പുതിയൊരു റീബർത്ത് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട കുറച്ചധികം കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി അതിലോട്ട് പോകണം എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോട്ട് പുതിയ ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുതന്ന, യൂണിവേഴ്സലായിട്ട് കൊണ്ടുതന്ന ഒരാളായിട്ടും എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ തേടിപ്പോകുന്നൊരു കറണ്ട് സിറ്റുവേഷനാണ്. ആഗ്രഹങ്ങൾ തേടിപ്പോകുന്നൊരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി എന്ന് പറയുന്നത്, ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ റിലേഷൻ വന്നതിന് ശേഷം ഒരു സോൾ കണക്ഷൻ ആയിരുന്നു. സോൾ കണക്ഷൻ മേ ബി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ജേണി, ടിൻ ഫ്ലെയിം, സോൾമേറ്റ്, അങ്ങനത്തെ ജേണി ആയിരിക്കാം. അപ്പം നിങ്ങൾ തമ്മിലുള്ള കളികൾക്ക് പകരമായിട്ടും, നിങ്ങൾ തമ്മിലുള്ളൊരു കളി എന്ന് പറയുന്നത് മേ ബി അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു സോൾ തമ്മിലുള്ള കളിയുണ്ട്. അതായത് പാസ്റ്റ് ലൈഫാണ്, അല്ലെന്നുണ്ടെങ്കിൽ കർമ്മ ജനറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുന്നതിന് പകരം സോൾ കളിക്കുന്നൊരു കളിയുണ്ടാവും. അത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അത് എനർജി ട്രാൻസ്ഫർമേഷനാണ്. നമ്മൾ ജനറലി കാണും കണക്കായിരിക്കില്ല ഇന്നർ കളിക്കുന്നത്. ഇന്നറിൽ ഭയങ്കരമായിട്ടുള്ള വേറെ പ്രോസസ്സായിരുന്നു നടക്കുന്നത്. അത് ഭയങ്കര പെയിൻഫുൾ തന്നുകൊണ്ടിരിക്കും. അതിന് കളി അറിയാം, അതിൻ്റെ ബ്രെയിനും അതിൻ്റെ ഇൻറ്റ്യൂഷൻസും അതിൻ്റെ കാര്യങ്ങളും വേറെ രീതിക്കാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഗെയിമിങ്, അല്ലെങ്കിൽ ആ ഒരു കളി എന്ന് പറയുന്നത് യൂണിവേഴ്സലിന് മാത്രം അറിയാമെന്നുള്ള, പാസ്റ്റ് ലൈഫ് മാത്രം അറിയാമെന്നുള്ള കുറേയധികം കർമ്മ ജനറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ചെയ്ത് വെച്ച പ്രോസസ്സാണ്. ഓക്കെ, ക്രിയേറ്റഡ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നെഗറ്റീവോ പോസിറ്റീവാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് എന്താ പറയുക, നടക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ വിധിപ്രകാരം നടക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അത് നടക്കും. അത് ജനറേറ്റഡ് ആയിട്ടങ്ങ് നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. തേർഡ് ഐ, ഇൻറ്റ്യൂഷൻസ്, അതുപോലെയുള്ള സ്പിരിച്വൽ പരമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫ് ജേണിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാരണം ഈ ഒരു വ്യക്തി തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പല ചേഞ്ചസ്, പല മാറ്റങ്ങൾ, ഉയർച്ച എന്നൊക്കെ പറയുന്ന രണ്ടുപേരുടെയും ലൈഫിൽ ഒരു ഉയർച്ച ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ജനറേറ്റഡ് ആവണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ പിരിയാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ
നിങ്ങൾ ഈ ലൈഫിൽ നിന്നും ചേഞ്ച് ആവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കിയില്ല. ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഈഗോയിസ്റ്റാണ്, രണ്ടുപേരും ഹ്യൂമൻ ബീങ് ആണ് എന്നുള്ളത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയില്ല. അടുത്തൊരു തെറ്റെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഇരിക്കെ വേറൊരു റിലേഷൻഷിപ്പിൽ പോവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ്, അതിനെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ മെയിൻലി കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ യൂസ് ചെയ്ത്, ഫ്രണ്ട്ഷിപ്പൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്ത് ഒരു ഹീല് ചെയ്തതിന് ശേഷം ഒരാൾ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ കുറേയധികം പ്രശ്നങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ കുറേയധികം കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു 60% എനിക്ക് ജെനുവിനാണെന്ന് പറയാൻ പറ്റും. ഇന്നും നിങ്ങളെ കാത്തിരിക്കുന്ന കുറേ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നിൽക്കുന്നൊരു കാര്യം എന്തെന്ന് പറയുമ്പോൾ, നിങ്ങളും അതേ കണക്ക് തന്നെ നിങ്ങളെ കൂടെ ഉണ്ട്, ആ വ്യക്തി നിങ്ങളെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു തരം സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 90% ആൾക്കാരെ സംബന്ധിച്ചും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ടൈം എൻഡായി പോകാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ്സ് എ ട്രോമ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രോമ അൺലോക്കഡ് ആയിട്ടുണ്ട് ഈ വ്യക്തിയുമായിട്ട്. അതാണ് ഇത്രയും ഇഷ്യൂസിന് കാരണം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അത് നിങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾ പോയി കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും ഒരിക്കലും കിട്ടരുത്, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഇത് ആ വ്യക്തി ഇതൊരിക്കലും ചെയ്യരുത് എന്ന് ആഗ്രഹിച്ച കാര്യം ആ വ്യക്തി ചെയ്ത് കാണാം. അതായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാനുണ്ടായിരുന്ന കാരണം. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പോകേണ്ട വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, അത് തന്നെയാണ്. ഇപ്പം നിങ്ങളായിരിക്കാം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു വ്യക്തി ഇപ്പം വിശ്വസിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ട്രസ്റ്റ് ഇല്ല. ഇപ്പോൾ ആർക്കും നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ തന്നെ ഒരു പരിധി വിട്ട് ഇപ്പം നിങ്ങൾ ആരെയും സ്നേഹിക്കുന്നില്ല, ഒരു പരിധി വിട്ട് നിങ്ങൾ ആരെയും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഫിസിക്കൽ പരമായിട്ടുള്ളൊരു ഇഷ്ടം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുമായിട്ട് തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഇവിടെ ഭയങ്കര ഡീപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻറ്റ്യൂഷൻസ്, ടെലിപ്പതി കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വരുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആ ഒരു സെൻസ് ഉണ്ടാവുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഓറ നിങ്ങൾക്കത് ഇത് ചെയ്യാൻ പറ്റും. കാരണം റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈമിൽ വന്നു എന്നുള്ള ഡിസിഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നെഗറ്റീവ് എന്ത്, പോസിറ്റീവ് എന്ത് ട്രസ്റ്റ് ചെയ്യണം, എന്ത് വിശ്വസിക്കണം, എന്താണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്ന് പോലും അറിയാൻ പറ്റുന്ന അടിച്ചമർത്തപ്പെട്ടൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കുറേയധികം ആൾക്കാർ, യൂണിവേഴ്സലായിട്ട് തന്നെ കുറേയധികം ദൈവവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പകുതി ദൈവവിശ്വാസം പോയ കുറേയധികം ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ആ ടൈം അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അല്ലാത്ത പക്ഷം അങ്ങനെ വരാൻ ചാൻസ് ഒന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കരിയറാണ്, ഫിനാൻസാണ്, മെറ്റീരിയൽ ലൈഫായിട്ടാണ് കാണാൻ പറ്റുന്നത്. ആഗ്രഹങ്ങൾക്ക് പുറമെ പോവുകയാണ്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അച്ചീവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ വ്യക്തി അച്ചീവ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് വരണമെങ്കിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹാപ്പിനെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം കറൻ്റ്ലി ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ, അതായത് ഞാൻ എല്ലാവരെയും എടുത്ത് പറയുന്നില്ല, കുറച്ചധികം ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫ്രണ്ട് ആവാൻ ചാൻസ് ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ലവർ ആവാൻ ചാൻസ് ഇല്ല. ഒരു ഫ്രണ്ട്ഷിപ്പ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് ഫെമിനിൻ എനർജി തമ്മിൽ കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എനർജി ആയിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഐ മീൻ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞ എൻ്റെ ആ ഒരു പൊരുൾ എന്താണെന്ന്. അപ്പം നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൈം നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ ചരടിൽ തന്നെയാണ് നിൽക്കുന്നത്, അതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വിട്ട് ആ വ്യക്തി ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സത്യം കാണാൻ പറ്റുന്നത്. എൻ്റെ ആയിട്ടില്ല എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കോൺടാക്റ്റ് തരുന്നുണ്ട്, കോൺടാക്റ്റിൽ നിന്ന് പോകുന്നുണ്ട്, എങ്കിലും ഒരു ട്രോമയാണ്. നിങ്ങൾ ആ വ്യക്തി വിട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി വിടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ പിടിച്ച് വെക്കുന്നുണ്ട് ആ വ്യക്തി. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ആ വ്യക്തി അങ്ങനെ വിട്ട് കളയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇവിടെ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം ഈ വ്യക്തി ആഗ്രഹിച്ച് രാത്രികാലങ്ങളിൽ ഭയങ്കരമായിട്ടും വിഷമിച്ച് ഡിപ്രഷൻ അടിച്ച് കുറേയധികം പെയിൻഫുള്ളാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത്. കുറേയധികം പെയിൻഫുള്ളായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ വ്യക്തിയെ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേയധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്.
കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഈ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ജനറേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യം, അതിനനുസരിച്ച് നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെടുത്ത് തന്നെ പോയി സംസാരിച്ചത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ചൂസ് ന്യൂ ഡയറക്ഷൻ പോകാൻ വേണ്ടി മാക്സിമം നോക്കുക. മനസ്സ് പറയുന്നത് കേൾക്കണോ, ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കണോ, ബ്രെയിൻ പറയണ കേൾക്കണോ, എന്താണ് കേൾക്കേണ്ടത്, ആര് പറയണത് ഞാൻ കേൾക്കണം, ഫാമിലി പറയുന്നത് കേൾക്കണോ, അത് എന്താണ് എൻ്റെ ലൈഫിൽ വരുന്നത്, എന്ത് ട്രസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കണം. നിങ്ങളുടെ മനസ്സെന്താണോ പറയുക അത് ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഫാമിലി ചേർത്ത് പിടിച്ചിരിക്കുന്ന എന്ത് കള്ളത്തരത്തിനും കൂടെ നിൽക്കുന്ന ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്ത് കള്ളത്തരവും കാണിച്ചു കഴിഞ്ഞാൽ ഫാമിലി കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുന്ന തേർഡ് പാർട്ടി ഇഷ്യൂസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നു. ഫ്രണ്ട്സ് തേർഡ് പാർട്ടി ഇഷ്യൂസായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മിഥ്യകൾ പറഞ്ഞ് പരപ്പിക്കുന്ന കുറച്ച് തേർഡ് പാർട്ടീസ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് അതും ഇതിൻ്റെ പിരിയാൻ വേണ്ടിയിട്ടുള്ള കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഹീലിംഗ് സ്റ്റേജാണ്. ഹീലിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരും, ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരും, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും, കുറേ സിറ്റുവേഷൻസിലൂടെ നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾക്കത് മനസ്സിലാവാണ്ടിരിക്കും. അവസാന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവുന്ന സമയം നിങ്ങൾക്ക് അവിടെ ഒരു ഹോപ്പ് ഉണ്ടാവും. നെക്സ്റ്റ് വേറൊരു ലൈഫിലോട്ട് നിങ്ങൾ കയറും, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് വേറെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. പഠിക്കാത്ത കാര്യങ്ങൾ കുറേ പഠിപ്പിക്കും. പഠിച്ച കാര്യങ്ങൾ ആരും എന്തായാലും ഒരിക്കലും പഠിപ്പിക്കത്തില്ല. പഠിക്കാത്ത കാര്യങ്ങളും കിട്ടാത്ത പെയിനുകളും മനസ്സിലാക്കാത്ത കാര്യങ്ങളും ഒക്കെയാണ് റിട്ടേൺ ലൈഫിലോട്ട് വരാൻ വേണ്ടി ചാൻസ് കൂടുതൽ. അപ്പം ഇതൊക്കെയാണ് കാണുന്നത്. അപ്പം ഇതിന് പുറമെ നിങ്ങൾക്ക് ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങിലോട്ട് പോകാം. അടുത്തതായിട്ട് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ്. സെക്കൻഡ് പൈൽ, അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്, ഈ ഒരു പൈൽ സെക്കൻഡ് പൈൽ. നിങ്ങൾ തമ്മിൽ പിരിയാനുള്ള കാരണം, ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ആ വ്യക്തി എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളാണ്. ഓക്കെ, സെക്കൻഡ് ഫയൽ. ഓക്കെ, സെക്കൻഡ് ഫയൽ കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെയിൻഫുള്ളാണ്. ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പിനെ എനിക്ക് എങ്ങനെ വിവരിക്കണം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. കരച്ചിൽ, പെയിൻ, നെഗറ്റീവ് പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോളിന് മേലെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റത്തില്ല. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ടുള്ള പെയിനാണ്. ഈ പെയിൻ നിങ്ങളിതെങ്ങനെ താങ്ങും എന്നുള്ള ചോദിച്ചാൽ മനസ്സ് കീറി മുറിച്ച് എനർജി ലോസ് ചെയ്ത് എരിഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്കിവിടെ. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് എൻഡാക്കി ഇറക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ ഹസ്ബൻഡ് ആയാലും നിങ്ങളുടെ നശിച്ച് നിൽക്കാൻ നോക്കരുത്. നിങ്ങളെ നശിപ്പിച്ചൊരു സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം നോക്കരുത് എന്നുള്ളതാണ്. പെയിൻഫുള്ളാണ്, ടോക്സിക്കാണ്, നെഗറ്റീവാണ്, ഒട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല, അത്രത്തോളം നിങ്ങൾക്ക് പറ്റാത്ത വിഷമിച്ച് കരഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡായാലും ആരെന്ന് പറഞ്ഞാലും ഒരിക്കലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സങ്ങോട്ട് കൊടുത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരുന്ന സിറ്റുവേഷൻസ് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് സിറ്റുവേഷനാണ്. അവിടെ കുറേ കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും. അറിഞ്ഞൂടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് വെച്ച് കാണിക്കുന്ന കറാമ്പറപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പെയിൻഫുള്ളായിരിക്കും. അതെടുത്ത് വേറൊരു പെണ്ണിന് കൊടുക്കും. അങ്ങനെ പോയി അതിൻ്റെ പെയിനെല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് അറിഞ്ഞൂടാത്ത പക്ഷം, സ്പിരിച്വൽ ജേണി അറിഞ്ഞൂടാത്തൊരു പക്ഷം ഉള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഡീപ്പാണ്. ഇത് നിങ്ങളെ മനസ്സ് കീറി മുറിച്ച് നിങ്ങൾക്ക് വല്ല പാനിക് അറ്റാക്കോ അങ്ങനെയൊക്കെ വന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം പോവും, ലൈഫ് ടൈം പോവും. ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ലൈഫ് ടൈം അങ്ങ് പൊക്കളയും. അങ്ങനെ ഒരിക്കലും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക.
സ്പിരിച്വൽ ജേണിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ട് കാത്തിരിക്കുകയാണ്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, പെയിൻഫുൾ ആവുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ടൈമുണ്ട്. ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ജീവനുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ എത്രയോ വർഷത്തെ കണക്കുകൾ പറയാനുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക ഈ വ്യക്തി നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പെട്ടെന്ന് പിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ള ഡാർക്ക് നൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഒരു അവേക്കനിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, കർമ്മ റിലേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഈ വ്യക്തിയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ആരാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻ ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം. പക്ഷേ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങളെ വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങളെ അവേക്കനിങ് ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഭയങ്കര അവേക്കനിങ് ആണ്. ഡിവൈൻ പരമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കണക്ഷൻ ഉണ്ട്. ഡിവൈൻ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും. നിങ്ങളെ ദൈവം ഭയങ്കരമായിട്ടും രക്ഷിക്കുന്നുണ്ട്. സീരിയസ്ലി നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ദൈവം ഭയങ്കരമായിട്ടും രക്ഷിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ കളയണോ വേണ്ടേ എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത്. അതായത് മറക്കണം എന്ന് പറഞ്ഞ് നിൽക്കും. മറക്കാൻ വേണ്ടി ഒരു 10 തവണ ചിന്തിക്കും. 11ാമത്തെ തവണ നിങ്ങൾ മറക്കത്തില്ല. നിങ്ങൾ മറന്ന സാധനം പിന്നെ നിങ്ങൾ ഓർത്തെടുക്കും. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ. ഓൾമോസ്റ്റ് ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇറ്റ്സ് ജെന്യുവൻ. രണ്ടുപേരും ജെന്യുവനാണ്. പിന്നെ എന്ത് പറ്റിയെന്നുള്ളത് തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. തേർഡ് പാർട്ടി ഇഷ്യൂസ് നല്ലതായിട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട്. കൂടെ നിന്ന് തന്നെ കുറേ അധികം ആൾക്കാർ പണിയുന്നുണ്ട് എന്നുള്ളത് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ട്. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ബേസിൽ വെച്ച് പോകുന്നതായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇതൊരു എൻഡിലാണ് നിൽക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ ഓൾമോസ്റ്റ് എൻഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. അവേക്കനിങ് സ്റ്റേജാണ്. സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലോട്ടാണ് പോകാൻ പോകുന്നത്. അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പം ഓൾമോസ്റ്റ് സ്പിരിച്വൽ ജേണിയുടെ ഒരു കണക്ഷനിലാണ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് ആൾക്കാരും. കുറേ അധികം കർമ്മ റിലേറ്റഡ് ആണ്. കർമ്മ റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള കർമ്മ റിലേറ്റഡ്. മേ ബി നിങ്ങൾ കൊടുത്തതിനായിരിക്കും നിങ്ങൾ തിരിച്ചിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പെയിൻഫുള്ളാണ്, ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇത് എന്ന് പറയുന്നത് എത്രയോ ടൈമിൻ്റെ കഥകളാണ്. ടൈമിൻ്റെ കഥകളെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പണ്ട് ചെയ്ത കർമ്മകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ചെറുപ്രായത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളെ നിങ്ങൾ തട്ടിമാറ്റി. നിങ്ങൾക്ക് പണ്ട് ലുക്ക് ഉണ്ടായിരുന്നു, ഗ്ലാമർ ഉണ്ടായിരുന്നു, പണ്ട് നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ടായിരുന്നു. അന്ന് കാണിച്ച അഹങ്കാരത്തിനൊക്കെ ഇന്ന് യൂണിവേഴ്സ് പണി തന്നുകൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് അത് ഞാൻ ഇതിപ്പോൾ പറയുന്നതിന് എനിക്കൊന്നും ഇവിടെ പോകില്ല. ഓക്കെ, ഞാനിത് പറയാനുള്ളത് ഞാൻ പറയും, അത് 100% ഞാൻ പറയും. ഈ കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങളെ ലൈഫിൽ നിന്ന് കർമ്മ മാറിക്കൊണ്ടിരിക്കുക. മേ ബി നിങ്ങളൊരു 5ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ച സമയത്ത് ഭയങ്കര അഹങ്കാരം, അഹംഭാവം, അങ്ങനെയൊക്കെ ഉള്ളൊരു ജേണിയിലോട്ട് പൊയ്ക്കും. അങ്ങനെയുള്ള ഒരാളായിരുന്നുണ്ട്, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്ത് കാണും. പക്ഷേ ആ പെയിൻ നിങ്ങൾക്ക് തരണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ റിലേഷൻഷിപ്പ് മതിയാവുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിലാണ് ഇപ്പോൾ ഇതെല്ലാം നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് ആ എനർജി എല്ലാം എടുത്തോട്ടെ. മേ ബി നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചൊരു വ്യക്തി കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം എന്നാഗ്രഹിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് സാധിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മ ജനറേറ്റഡ് ആയിരിക്കാം. നിങ്ങൾ പണ്ട് അച്ഛനും അമ്മ എടുത്ത് ചെയ്ത തെറ്റായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ തെറ്റുകൾ സംബന്ധിച്ചുള്ള സിറ്റുവേഷൻസാണ് ഇവിടെ വരുന്നത്. കർമ്മ ജനറേറ്റഡ് ആണ്. കർമ്മ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഏതൊരു റിലേഷൻഷിപ്പിലും മെയിൻലി കർമ്മ ജനറേറ്റഡ് ആവുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. ഇറ്റ്സ് എ ഹീലിംഗ് ടൈം. എന്തോ നിങ്ങളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ഡിവൈന് ഭയങ്കരമായിട്ട് നിങ്ങൾ വിളിച്ച എവിടെ നിന്നോ നിങ്ങൾ വിളിച്ച വെള്ളി ദൈവം കേട്ടു. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ദൈവം നിങ്ങളെ മുന്നേ പ്രത്യക്ഷപ്പെട്ട് അതെല്ലാം ഹീൽ ചെയ്ത് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു മനസ്സമാധാനം നിങ്ങൾക്കൊരു ഉണ്ടാവുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പെയിൻഫുള്ളാവും. നിങ്ങൾക്കിപ്പം ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഒരു ജെനുവിനായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. പെയിൻഫുള്ളൊക്കെ മാറി വരുന്നൊരു സമയം നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ വന്ന ഇഷ്യൂസ് തേർഡ് പാർട്ടി ഉണ്ടാവുന്നുണ്ട്, കുടുംബ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, ഫ്രണ്ട്സ് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നു, കർമ്മ ജനറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു, ചെയ്ത പാപം അനുഭവിച്ച് തീർക്കുക എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അതുകൊണ്ട്. അപ്പം ഈ ഒരു സമയത്തിനെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഫാമിലി, നിങ്ങൾക്കൊരു നല്ല ഗുഡ് ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയെ ഗുഡ് ഫാമിലിയാണ്.
അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറേ ഗുഡാണ്, നിങ്ങൾ ഹാപ്പിനെസ്സിലുള്ള സിറ്റുവേഷൻസിലാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന ഇഷ്യൂസ് ഈ ഒരു വ്യക്തി കാരണം ഉണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലാണ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ വേറെ അല്ലെങ്കിൽ അങ്ങനെ എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പായിട്ട് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് മക്കൾ വന്നതിന് ശേഷം, ഒരു മോനോ മോളോ ജനിച്ചതിന് ശേഷമായിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത് കർമ്മ ജനറേറ്റഡ് ആക്കിയിട്ട്. മേ ബി നിങ്ങളുടെ കർമ്മ ജനറേറ്റഡ് ആവുന്ന മക്കളായിരിക്കാം കുറേയധികം ആൾക്കാർക്ക്. അപ്പം അവരെ പോയി ഒന്നും ചെയ്യണമെന്നല്ല പറഞ്ഞത്, അവർ വല്ല ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണിയും കിട്ടും അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം അതങ്ങനെ ദൈവപുത്രന്മാരായിട്ട് ജനിക്കുന്ന ആൾക്കാരെ കൊണ്ട്, പിള്ളേരൊക്കെ ഇപ്പോഴുള്ള എല്ലാ പിള്ളേരും ദൈവപുത്രന്മാരൊക്കെ ആയിട്ട് ജനിക്കുന്ന ഇഷ്ടംപോലെയാണ്. കർമ്മ ജനറേറ്റഡ് ആക്കാൻ വേണ്ടി വരുന്ന പിള്ളേരെ കൊണ്ട്, പണ്ട് അച്ഛൻ ചെയ്ത കർമ്മകൾ, പണ്ട് അമ്മ ചെയ്ത കർമ്മക്കൊക്കെ മകനും മകളൊക്കെ ആയിട്ട് വന്നിട്ട് അവർ ഓരോരുത്തർ ചോദിക്കും. അത് ഇതാണ്, അത് യൂണിവേഴ്സിൻ്റെ ഒരു ലോയാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിവൈൻ കണക്ഷനാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദൈവവിശ്വാസമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പവർ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്. എങ്ങനെയോ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നുണ്ട്, തേടി ഓപ്പൺ ആക്കുന്നുണ്ട്, നിങ്ങളെ ഓരോ കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും എന്തൊക്കെ വന്നാലും ഈ വ്യക്തിയെ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. റിലേഷൻ എൻഡ് ആക്കണം എന്നറിയാം, പക്ഷേ നിങ്ങൾക്ക് എൻഡ് ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു ടൈമായിട്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നിങ്ങളെ കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങളൊരു ഡൗൺ ഫെയിലറാണ്. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോവേണ്ടത് എന്നറിഞ്ഞൂടാ. നിങ്ങൾ ഭയങ്കരമായിട്ടും സഫർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ടും നെഗറ്റീവിൽ പോകുന്നുണ്ട്. ഒബ്സ്റ്റക്കിൾസ്, ചലഞ്ചസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെടുന്നുണ്ട്, കോംപ്രമൈസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പെയിൻഫുൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിലും കാണാൻ പറ്റുന്നു കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക, നിങ്ങൾക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് എന്നറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നു. ലോങ് ഡിസ്റ്റൻസ്, നോ കോൺടാക്റ്റ് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നു. കാത്തിരിപ്പിന് വിരാമം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് സ്ഥലത്തായതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെളിച്ചം ഈ ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും ആൾക്കാരെ സംബന്ധിച്ച്. എന്താ പറയുക, നിങ്ങളെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നൊരു ഭയങ്കരമായിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പോകേണ്ട ഒരു വഴി ജെന്യുവിനായിട്ട് നിങ്ങൾ വീട് വിട്ട് എങ്ങോട്ടോ പോകേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണാൻ പറ്റുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കർമ്മ ജനറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട കാര്യങ്ങൾ മാത്രമാണ് റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെ ഈ റിലേഷൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ വന്നത്. അതുകൊണ്ട് നിങ്ങൾ പെയിൻഫുള്ളായി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ടുള്ള സിറ്റുവേഷൻസൊക്കെ ഓക്കെ ആവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണൽ താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോട്ട് കാണാം. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞ സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ് നോക്കാനുണ്ടെങ്കിൽ അതൊരു കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് പരിഗണിച്ച് അത് ഞാൻ കണ്ടൻറ്റായിട്ട് ഇടാം.